ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പറയാൻ പോകുന്നത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ദെൻ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് ഓഫ് ഇ എന്നാണ്. എഫ് ഓഫ് ഇ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറയുന്നതിന് മുൻപ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആയിരിക്കും. എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് എനർജി ലെവലായിരിക്കും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിസ്ക്രീറ്റ് എനർജി ലെവലായിരിക്കും. എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്താണ് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും? ഇപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ്, ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ എനർജിക്ക് ഒരു വാല്യൂ, ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ ഇവിടെയാണ് വരുന്നത്, ദെൻ അടുത്തത് ഇവിടെ. ഓക്കെ, ഇത് കണ്ടിന്യൂസ് അല്ല. ഇവിടെ ഒരു എനർജിക്ക് വാല്യൂ ഡിസ്ക്രീറ്റ് ആണ്. ഇതിനെയാണ് നമ്മളിപ്പോൾ സ്റ്റെപ്പ്. നമ്മൾ ഒരു റൂമിൽ മുകളിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിലൂടെ കയറി പോകുന്നു. അതിന് പകരം നമ്മൾക്കറിയാം, നമ്മൾ ഇതാണ് നമ്മുടെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്കുള്ള ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ സ്ലോപ്പ്, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സ്ലോപ്പാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ലോവർ എനർജി ലെവലിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കയറിപ്പോകുന്നത്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിന് എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആണ്. അതായത് ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ആണ് എനർജി വാല്യൂസ്. ഇവിടെ ഒരു വാല്യൂ, ദെൻ ഇവിടെ അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂസ് വാല്യൂസ് ആണ്. ദെൻ ക്വാണ്ടം മെക്കാനിക്സിൽ അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ, സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് പോലെ. ഓക്കെ, അതാണ് ഡിഫറൻസ്. ദെൻ ഓരോ എനർജി ലെവൽസും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പോൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടാണ്. അതായത് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് എനർജി ലെവൽസ് ആർ ഡിസ്ക്രീറ്റ്. Okay, in quantum mechanics energy levels are discrete. എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണ്. കൂടാതെ ഈ ഡിസ്ക്രീറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ എനർജി ലെവൽസ് ഒബേ ചെയ്യുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ട്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളും ഒബേ ചെയ്യുന്നു. ഓക്കെ, ഹൺസ് റൂളും ഒബേ ചെയ്യുന്നു. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ നോ ടു ഇലക്ട്രോൺസ് ഹാവ് സെയിം 4 ക്വാണ്ടം നമ്പേഴ്സ്. 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആവുന്ന നോ 2 ഇലക്ട്രോൺസ് ആണ്. നോ 2 ഇലക്ട്രോൺസ് ഹാവ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് സെയിം. ഓക്കെ, നോ 2 ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് സെയിം. ഓൾ ക്വാണ്ടം നമ്പേഴ്സും സെയിം ആവില്ല എന്നാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് ക്വാണ്ടം മെക്കാനിക്സിലെ എനർജി ലെവൽസ് ഡിസ്ക്രീറ്റ് ആണ്. അതുകൂടാതെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളും ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ് തരുന്നത്? ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഗിവ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. അവിടെ പാർട്ടിക്കിൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഒരു എനർജി ലെവലിൽ പ്രസൻ്റ് ആണോ അല്ലേ എന്നുള്ളത് ആര് തരും? നമ്മുടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരും. So f of e, Fermi Dirac distribution function represented by f of e, which gives the probability of finding the particle in an energy level. ഒരു എനർജി ലെവലിലുള്ള പാർട്ടിക്കിളിൻ്റെ ഇലക്ട്രോൺസിൻ്റെ പ്രോബബിലിറ്റി തരും. ദാറ്റ് ഈസ് in which energy level the electrons are exist.
Okay, however the electrons are present. Then the Fermi-Dirac distribution function f of E can be represented by 1 by 1 plus e raised to e minus ef by kbt. ef by kt. kb or kbt. kb എന്ന് പറയുന്നത് അല്ലെങ്കിൽ k എന്ന് പറയുന്നത് ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. k is the ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് എന്താണ്? ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. കെ എന്നോ അല്ലെങ്കിൽ കെ ബി എന്നോ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കിവിടെ കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ ഈസ് ദ ബോൾസ്മാൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ ഇ എന്നുള്ള എനർജി ലെവൽ, ഇ എഫ് എന്ന് പറയുന്നത് ഇ എഫ് ഈസ് ദ ഫെർമി എനർജി ലെവൽ. ഫെർമി എനർജി ലെവലാണ് ഏത്? ഇ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെർമി എനർജി ലെവൽ എന്താണെന്ന് നമുക്ക് പറയാം. ഇ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആണ്. ഓക്കെ, ദെൻ ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി പ്ലസ് 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ +1 ഇതിൻ്റെ ഇ റേസ് ടുവിൻ്റെ ഇവിടെ കൊണ്ടിടും. അതുകൊണ്ടാണ് 1+ വെച്ച് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, തെറ്റാതിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ഫെർമി ഡിറാക് ഇക്വേഷൻ. ഫെർമി ഡിറാക് ഇക്വേഷൻ ഓർ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഫെർമി എനർജി ലെവൽ എന്താണെന്ന് പറയാം. ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് എനർജി ലെവൽ ഇൻ വിച്ച് ആൻ ഇലക്ട്രോൺ ക്യാൻ എക്സിസ്റ്റ്. ഹയസ്റ്റ് എനർജി ലെവൽ in which an electron can exist. എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്താൽ അതിൽ ഇലക്ട്രോൺസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 2 ഇലക്ട്രോൺസ്, ഓക്കെ, കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 ഇലക്ട്രോൺസ് ആണ്. കാർബണ് 6 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ആദ്യം 2 ഇലക്ട്രോൺസ് ഇവിടെ വരും, ലോവസ്റ്റ് എനർജി ലെവലിൽ വരും. നെക്സ്റ്റ് 2 എവിടെ വരും? നെക്സ്റ്റ് എനർജി ലെവലിൽ വരും. നെക്സ്റ്റ് ആണ് ഏതിൽ വരിക? തേർഡ് എനർജി ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇലക്ട്രോൺസ് കാർബണിൽ ഏതാണ് ഹയസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത്? ഇതാണ് ഹയസ്റ്റ് എനർജി ലെവൽ കാർബണിൻ്റെ. അപ്പോൾ തേർഡ് എനർജി ലെവലിനെയാണ് നമ്മൾ കാർബണിൽ ഫെർമി എനർജി ലെവൽ. അപ്പോൾ ഈ കാർബൺ ആറ്റം കൺസിഡർ ചെയ്താൽ അതിൽ എവിടെയാണോ ഏത് എനർജി ലെവലിലാണോ മീൻസ് ഇലക്ട്രോൺസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവൽ, ഏത് എനർജി ലെവലാണോ ഏറ്റവും ടോപ്പിൽ വരുന്നത്, അതായത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത എനർജി ലെവൽ, അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ വേറൊരു ഡെഫിനിഷനും കൂടി എഴുതാം. ടോപ്പ് മോസ്റ്റ് ഫിൽഡ് എനർജി ലെവൽ ഈസ് ഓൾസോ കോൾഡ് ഫെർമി എനർജി ലെവൽ. ഓക്കെ, ദെൻ ഇത് നമ്മൾ പറയുന്നത് അറ്റ് 0 കെൽവിനിലാണ്. ടോപ്പ് മോസ്റ്റ് എനർജി ലെവൽ അറ്റ് 0 കെൽവിൻ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ ഇവിടെ ഈ ഇലക്ട്രോൺസിലെല്ലാം എന്ത് കിട്ടും? എനർജി കിട്ടും. കിട്ടിയ ഇലക്ട്രോൺസൊക്കെ ഹയസ്റ്റ് എനർജി ലെവലിലേക്ക് വീണ്ടും മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ 0 കെൽവിനത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഏത് ലെവലാണ്? അപ്പോൾ നോക്കിയാൽ ഈ ലെവലിൽ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എം ടി ആണ്. ഓക്കെ, എം ടി എനർജി ലെവലാണെങ്കിൽ എംറ്റി എനർജി ലെവലിൽ എഫ് ഓഫ് ഇ എന്താണ്? എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് ഇ അവിടെ പ്രോബബിലിറ്റി ഇല്ല, പാർട്ടിക്കിൾസിനെ കാണാനില്ല, പ്രോബബിലിറ്റി 0 ആണ്. ഓക്കെ, സോ ദ ഫെർമി എനർജി ലെവൽ ഓർ ഫെർമി ഫംഗ്ഷൻ എഫ് ഓഫ് ഇ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എവിടുന്ന് എവിടേക്ക് വേരി ചെയ്യും? വേരീസ് ഫ്രം 0 to 1. വേരീസ് ഫ്രം 0 to 1. എം ടി ആണെങ്കിൽ 0 ആയിരിക്കും. ദെൻ എഫ് ഓഫ് ഇ എവിടെ? മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് ഇ എത്രയാണ്? 1 ആണ്. ഓക്കെ,
ഇനി നമുക്ക് വേരിയേഷൻ ഓഫ് ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചറാണ് പറയാനുള്ളത്. അപ്പോൾ നോക്കിയേ, വേരിയേഷൻ ഓഫ് ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സിറ്റുവേഷൻസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അറ്റ് ടെമ്പറേച്ചർ T=0. ഓക്കെ, ഈ T=0 ടെമ്പറേച്ചർ ഓർ അബ്സല്യൂട്ട് സീറോയിൽ വാട്ട് ഹാപ്പൻ എന്നുള്ളതും ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അറ്റ് T=0. T=0 മീൻസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, T=0 മീൻസ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ അബ്സല്യൂട്ട് സീറോ. അപ്പോൾ ഇത് 2 കണ്ടീഷനിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വേരിയേഷൻ ഓഫ് ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് ടെമ്പറേച്ചർ T=0, അതാണ് നമ്മൾ കേസ് 1 ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് കേസായിട്ട് ടെമ്പറേച്ചർ T=0. ടെമ്പറേച്ചർ T=0 നമുക്ക് E<EF ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. E<EF. ഓക്കെ, അപ്പോൾ നമുക്ക് T=0 2 കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. E<EFഉം E>EFഉം. E എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എനർജി ലെവൽ EFനേക്കാളും ചെറുതാണെങ്കിൽ, EF എന്ന് പറയുന്നത് എന്താണ്? ഫെർമി എനർജി ലെവലാണ്. ഫെർമി എനർജി ലെവൽ ഈസ് ദ ഹയസ്റ്റ് എനർജി ലെവൽ ഇൻ വിച്ച് ആൻ ഇലക്ട്രോൺ ക്യാൻ എക്സിസ്റ്റ്. അപ്പോൾ E<EF ആകുമ്പോഴും ഫെർമി ഫംഗ്ഷൻ എന്താണ് വേരിയേഷൻ, E>EF ആകുമ്പോഴും ഫെർമി ഫംഗ്ഷന് എന്താണ് വേരിയേഷൻ എന്ന് നോക്കാം. അപ്പോൾ E<EFൽ നമുക്ക് FE എന്ന് പറയുന്ന ഇക്വേഷൻ 1/1 plus E⁻EF divided by KT. E⁻EF by KT. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? E<EF. E<EF എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? E⁻EF എന്ത് കിട്ടും? E>EF എന്ന് പറഞ്ഞാൽ E⁻EF. ഇതാണ് നമ്മുടെ E⁻EF എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ E<EF നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടിയാൽ നമുക്ക് FE എന്ത് എഴുതാം? FE = 1/1 plus E⁻EF എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഡിവൈഡഡ് ബൈ KT. ഓക്കെ, ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ KT എന്ത് കിട്ടും? =1/1 plus E⁻∞ എന്ന് കിട്ടും. E⁻∞. ഇതെങ്ങനെയാണ് -∞ വന്നത്? നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1/1 plus ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ K ഇൻറ്റു Tക്ക് പകരം നമ്മൾ 0 കൊടുത്തു. ഓക്കെ, അപ്പം നമുക്കൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 0 വരും. നെഗറ്റീവ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 0നെയാണ് നമ്മൾ എന്ത് കൊടുത്തത്? -∞ കൊടുത്തത്. 1/0 ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈനും കൂടി കൊടുത്തു, -∞. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ E⁻∞ ഒന്നുകൂടി മാറ്റി എഴുതാം. എങ്ങനെ എഴുതുന്നത്? =1/1 plus 1/E⁻∞ എന്ന് എഴുതാം. 1/E⁻∞. ഇവിടെ നോക്കിയേ, E⁻⁻x എന്ന് പറഞ്ഞാൽ 1/E⁻x ആണ്. 1/E⁻x ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം 10⁻² എന്ന് പറയുന്നത് 1/10⁻² ആണ്. ഓക്കെ, 1/10⁻² ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെഴുതാം? ഇപ്പോൾ ഇവിടുത്തെ മൈനസ് ഇല്ല, 1/ ഇട്ട് കൊടുത്താൽ മൈനസ് പോയി, 1/E⁻∞. ഓക്കെ, ദെൻ E⁻∞ വാല്യൂ ഇൻഫിനിറ്റിയാണ്. E⁻∞ വാല്യൂ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/1 plus 1/∞. ഓക്കെ, 1/∞ എന്താണ്? 0 ആണ്. 1/∞ = 0. നമ്മുടെ ഇക്വേഷൻ 1/1 plus 0. 1/1 plus 0 = 1. അപ്പോൾ E⁻∞ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ എത്രയാണ്? 1. ദാറ്റ് ഈസ് FE = 1. ഏത് കണ്ടീഷനിൽ? അറ്റ് T = 0, E⁻EF. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ബിലോ EF, നമ്മുടെ E⁻EF എന്ന് പറയുമ്പോൾ നമ്മുടെ EF ഫെർമി എനർജി ലെവൽ
ഇതാണ് ഹയസ്റ്റ് എനർജി ലെവൽ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണിപ്പോൾ നമ്മൾ ഇ എടുത്തിട്ടുള്ളത്. ഇ ലെസ് ദാൻ ഇ എഫ് എന്ന് പറയുമ്പോൾ ഇ എഫിന് താഴെയുള്ള ഇകളിൽ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ 1 ആണ്. അവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അറ്റ് 0 കെൽവിൻ. അപ്പോൾ ഇ എഫിന് താഴെ എന്ത് കാണും? ഇ ലെസ് ദാൻ ഇ എഫ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡ് ദ പാർട്ടിക്കിൾ 1 മീൻസ് ഇ ലെസ് ദാൻ ഇ എഫിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ, ദാറ്റ് ഈസ് ഇലക്ട്രോൺസിനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കാം. മറ്റ് ടി ഈക്വൽ ടു 0 ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്. അപ്പോൾ എന്താണ് ഉണ്ടാവുക നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ കൊടുത്തു നോക്കാം. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് അറ്റ് ടി ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ, ടി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ഇ എന്ത് കിട്ടും? 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ദെൻ ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണ്. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആണെങ്കിൽ ഇ മൈനസ് ഇ എഫിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇ ആണ് ഇവിടെ വലുത്. ഓക്കെ, അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 plus e raised to a positive quantity divided by k into 0 equal to എന്ത് കിട്ടും? 1/k into 0 0. Okay, 1/1 plus e raised to positive quantity divided by 0 equal to 1/1 plus infinity. പോസിറ്റീവ് 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അത് നോർത്ത് വയ്ക്കുക. 1/0 ഇൻഫിനിറ്റിയാണ്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി 1/1 പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇ റേസ് ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ എത്രയാണ്? ഇ റേസ് ടു ഇൻഫിനിറ്റിയാണ്. ഇ റേസ് ടു ഇൻഫിനിറ്റി എത്രയാണ്? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1/1 പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി പറയുന്നത് ഇൻഫിനിറ്റി. ഓക്കെ, 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. 1 പ്ലസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ 1/∞ എന്താണ്? 0 ആണ്. 1/∞ ഈക്വൽ ടു 0. 1/0 ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ 1/∞ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കിട്ടി എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0. എഫ് ഓഫ് ഇ എപ്പോഴാണ് 0 ആവുന്നത്? ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്. ഓക്കെ, ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആകുമ്പോൾ എഫ് ഓഫ് ഇ 0 ആണ്. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഫെർമി എനർജി ലെവലെങ്കിൽ ഫെർമി എനർജി ലെവലിന് ഹയസ്റ്റ് മുകളിലുള്ള ഒരു എനർജി ലെവൽ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ എന്ത് കാണില്ല? ഇലക്ട്രോൺസ് കാണില്ല. അവിടെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഇനി നമ്മൾ അറ്റ് ടി നോട്ട് ഈക്വൽ ടു 0 രണ്ടാമത്തെ കേസ് നോക്കുകയാണ്. അറ്റ് ടി നോട്ട് ഈക്വൽ ടു 0. ടി നോട്ട് ഈക്വൽ ടു 0ൽ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഇ ഈക്വൽ ടു ഇ എഫ് ആകുമ്പോഴാണ് എടുക്കുന്നത്. ഒന്ന് ഇ ലെസ് ദാൻ ഇ എഫ് നമ്മൾ എടുത്തു, ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എടുത്തു, ദെൻ ഇ ഈക്വൽ ടു ഇ എഫ്. ഇ ഈക്വൽ ടു ഇ എഫ് ആകുമ്പോൾ നമ്മൾ ടി നോട്ട് ഈക്വൽ ടു 0ൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ടി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു എന്താണ്? 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നോക്കുക, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ, ഇപ്പോൾ ഇവിടെയൊക്കെ ഇതാണ് നമ്മുടെ എനർജി ലെവൽസ്. ഈ എനർജി ലെവൽസ് ലോവസ്റ്റ് എനർജി ലെവലൊക്കെ ഫില്ല് ചെയ്തു. ഇതിപ്പോൾ കാർബൺ 6 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫെർമി എനർജി ലെവൽ, ഹയസ്റ്റ് എനർജി ലെവൽ ഇൻ വിച്ച് ആൻ ഇലക്ട്രോൺ ക്യാൻ എക്സിസ്റ്റ്. ഇതാണ് ഫെർമി ലെവൽ. ഫെർമി ലെവലിൻ്റെ ബിലോ നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട് എബവ് 0 ആണ്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസിന് എനർജി കിട്ടും. ഇലക്ട്രോൺസിന് എനർജി കിട്ടിയാൽ ലോവർ എനർജി ലെവലിൽ നിന്ന് ഏത് ഇലക്ട്രോൺസിനാണോ എനർജി കിട്ടിയത് അവരെങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഹയർ എനർജി ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഹയർ എനർജി ഷിഫ്റ്റ് ചെയ്യും ആണല്ലോ. ഇപ്പോൾ നമ്പർ ഓഫ് എനർജി ലെവൽസ് ഉണ്ടാവും. എത്ര എനർജി കിട്ടിയോ അത്രയും ഹൈറ്റിലേക്ക് ആര് പോകും? മുകളിലേക്ക് പാർട്ടിക്കിൾസ് പോകും. അതായത് നോർമൽ എനർജി ലെവലിൽ ഇതിന് ഇത്രേ പറ്റുള്ളൂ, പക്ഷേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി കൂട്ടും. ഓക്കെ, അപ്പോൾ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് നമ്മുടെ ഇലക്ട്രോൺസ് എല്ലാം എക്സൈറ്റഡ് എനർജി ലെവൽസിലേക്ക് പോകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു ഇ എഫ്. ഇ ഈക്വൽ ടു ഇ എഫ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം.
ഇ ഈക്വൽ ടു ഇ എഫ് ആണെങ്കിൽ എഫ് ഓഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 1/1 പ്ലസ് ഇ റേസ് ടു 0. ഇ റേസ് ടു 0, പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ എന്തല്ല 0 അല്ല. ഓക്കെ, ദെൻ ഇ റേസ് ടു 0. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇ റേസ് ടു 0 1 ആണ്. ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും 1/1 പ്ലസ് 1 എന്ന് പറയുന്നത് 1/2. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 അല്ലെങ്കിൽ 0.5 ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. ഓക്കെ, ഇപ്പോൾ ഇ ഈക്വൽ ടു ഇ എഫിൽ അപ്പോൾ നമുക്കറിയാം when temperature increases there is a probability of finding the particle when E greater than EF. when E നമ്മൾ കൺസിഡർ ചെയ്ത E ഗ്രേറ്റർ ദാൻ ഇ എഫിലാണെങ്കിലും നമുക്ക് എന്തുണ്ട്, ഒരു പ്രോബബിലിറ്റി ഉണ്ട്. എന്താണ് പ്രോബബിലിറ്റി? ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ടെമ്പറേച്ചറിൽ നിന്ന് എനർജി അക്വയർ ചെയ്ത് റിസീവ് ചെയ്ത് ഇലക്ട്രോൺസ് ഓർ പാർട്ടിക്കിൾസ് ഹയർ എനർജി ലെവലിലേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ്, വേരിയേഷൻ ഓഫ് ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് നോക്കാം. മറ്റ് ടി ഈക്വൽ ടു 0 ഓൾ ലെവൽസ് അപ് ടു ഇ എഫ്. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ അപ് ടു ഇ എഫ് എന്തായിരിക്കും, ഒക്യുപ്പൈഡ് ആയിരിക്കും, ഫിൽഡ് ആയിരിക്കും. ഓക്കെ, ദെൻ ഓൾ ദ എനർജി ലെവൽസ് എബവ് ഇ എഫ്. എബവ് ഇ എഫ് എന്തായിരിക്കും, എം ടി ആയിരിക്കും. ബിലോ ഇ എഫ്, ബിലോ ഫെർമി എനർജി ലെവൽ ഒക്യുപ്പൈഡ് ആയിരിക്കും. എബവ് ഫെർമി എനർജി ലെവൽ എന്തായിരിക്കും, എം ടി ആയിരിക്കും. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഇ എഫ് സം ലെവൽസ് എബവ് ഇ എഫ് ആർ പാർഷ്യലി ഫിൽഡ്, സം ബിലോ ഇ എഫ് ആർ പാർഷ്യലി എം ടി. നോക്കി, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ താഴെ നിന്ന് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് കുറച്ച് ഇലക്ട്രോൺസ് പോകും. അപ്പോൾ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് പോയാൽ ഇവിടുത്തെ എനർജി ലെവൽ, ഹയർ എനർജി ലെവൽ, ഇപ്പോൾ ഇതാണ് ഇ എഫ് എങ്കിൽ എബവ് ഇ എഫ് എന്ന് പറയുന്നത് പാർഷ്യലി, എബവ് ഇ എഫ് ഈസ് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതിന് മുൻപ് ഇവിടെ ഫിൽഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഈ പാർഷ്യലി എം ടി ആയി, പാർഷ്യലി എം ടി ആയി. എന്തുകൊണ്ട്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇലക്ട്രോൺസ് മുകളിലേക്ക് പോയി. അപ്പോൾ ഈ 3 കണ്ടീഷനാണ് നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ വൈ ആക്സിസിൽ എഫ് ഓഫ് ഇയും ഇവിടെ എനർജി ലെവലും, തിരിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നോക്കിയേ, ബിലോ ഇ എഫ്, ഇ എഫിന് താഴെ എഫ് ഓഫ് ഇ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ 1 ആണ്. ഇവിടെ ഫുള്ള് ഫിൽഡാണ്. എബവ് ഇ എഫ്, ഇ എഫിന് എബവ് എന്താണ്, എബവ് ഇ എഫ് ആണ് ഇത്. ഓക്കെ, എനർജി ലെവൽ ഇ എഫിന് എബവ് ഫെർമി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. ഇവിടെ സഡൻ ആയിട്ട് ഡിക്രീസ് ചെയ്തു, ഇവിടെ എം ടി ആണ്. ഓക്കെ, so here the Fermi function is a step function, that is f of e is equal to 1. f of e equal to 1 എപ്പോഴാണ് ആവുന്നത്, e ലെസ് ദാൻ ഇ എഫ്. ഇ നമ്മൾ കൺസിഡർ ചെയ്ത ഇ ലെസ് ദാൻ ഇ എഫിൽ. ഓക്കെ, ദെൻ അറ്റ് ടി ഈക്വൽ ടു 0 ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്, ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്. അപ്പോൾ എന്താ വരുന്നത്, എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 0 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് ഇയുടെ ഇത്. ഓക്കെ, ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്, ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്. ഇ എന്ന് പറയുന്നത് ഇ എഫിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഇവിടെ എന്താണ്, എം ടി ആണ്. എം ടി ആണ്, ഇവിടെ 0 ആണ്. ഇതിന് എബവ് ഇത് 0 ആണ്. എഫ് ഓഫ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ ഗ്രാഫ് എല്ലാം കൂടി ഒരുമിച്ച് വരയ്ക്കാൻ പോവുകയാണ്. ടി നോട്ട് ഈക്വൽ ടു 0ൽ ഇ ഈക്വൽ ടു ഇ എഫ് ആകുമ്പോൾ എഫ് ഓഫ് ഇ എത്രയാണ്, 1/2 ഓർ 0.5 ആണ്. അപ്പോൾ എഫ് ഓഫ് ഇ 1.5 ആണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മുടെ എഫ് ഓഫ് ഇ. ഇതാണ് ഇ എഫ്, ഇത് ഫെർമി ഫംഗ്ഷൻ. ഫെർമി ഫംഗ്ഷൻ്റെ ബിലോ ആണെങ്കിൽ അത് ഫുള്ളി ഫിൽഡാണ്, എബോ എന്താണ്, എം ടി ആണ്. ഇനി നമ്മൾ ഇ ഈക്വൽ ടു ഇ എഫ്, ഇ ഈക്വൽ ടു ഇ എഫ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടി ഫെർമി ഫംഗ്ഷൻ ഇ ഈക്വൽ ടു ഇ എഫിൽ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 0.5 ആണ്. എഫ് ഓഫ് ഇ 0.5 ആണ്, അതായത് 1ൻ്റെയും 0ൻ്റെയും പാതി 0.5 ആണ്. അപ്പോൾ ഈ 0.5 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ ഇതിൻ്റെ പാതിയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടെ
ഇതിങ്ങനെ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഫുള്ളി എം ടി ആണ്, ഇവിടെ ഫുള്ളി എം ടി ആണ്, ഇവിടെ ഫുള്ളി ഫിൽഡും ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് ഇതിങ്ങനെ പോവും. ഈ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഫെർമി ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതെങ്ങനെ പോവുകയാണ്. ഇതിൽ എഫ് ഓഫ് ഈക്വൽ ടു 1.5. അപ്പം നോക്കിയേ, ഇവിടെ എം ടി ആയിരുന്നു, ഇവിടെ എം ടി ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇലക്ട്രോൺസ് പാർട്ടിക്കിൾസ് എവിടെ പോയി, ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ എം ടി ആയി, ഇവിടെ എം ടി ആയി. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് ആയപ്പോൾ ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്, ഇ എഫിനേക്കാളും ഗ്രേറ്റർ ഇ എഫിൽ പാർഷ്യലി പാർഷ്യലി ഫിൽഡായ സ്റ്റേറ്റ് വന്നു. പാർഷ്യലി ഫിൽഡ്, അതായത് ഇവിടെ നിന്ന് കുറച്ച് പാർട്ടിക്കിൾസ് എവിടേക്ക് പോയി, ഇ ഗ്രേറ്റർ ദാൻ ഇ എഫിലേക്ക്, ഇ എഫിനെ മുകളിലേക്ക് പോയി. ഓക്കെ, ഇ എഫിന് മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്തായി, എം ടി ആയി. ഇ എഫിന് താഴെ ഉണ്ടായിരുന്ന പാർട്ടിക്കിൾസ് എങ്ങോട്ട് പോയി, ഇ എഫിൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ, ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചർ, വേരിയേഷൻ ഓഫ് ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളുമാണ് ഒബേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാർബൺ 6 എടുക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എനർജി ലെവലിൽ 2, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 2. അപ്പോൾ ഈ E3 ആണ് ഹയസ്റ്റ് എനർജി ലെവൽ, ഇലക്ട്രോൺസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവൽ. ഈ എനർജി ലെവൽ നമ്മൾ പറയുന്ന പേരാണ് ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഇനി ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തരുന്നത് എന്താണ്, ഗിവ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ആണ്. അവിടെ പാർട്ടിക്കിൾ പ്രസൻ്റ് ആണോ, ഇലക്ട്രോൺസ് ആ എനർജി ലെവലിൽ പ്രസൻ്റ് ആണോ അല്ലേ എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കുക, എഫ് ഓഫ് ഈസ് ഈക്വൽ ടു 1/1 + e⁻e EF/kBT. ഇതിനെ ഇക്വേഷൻ നമ്മൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ഫെർമി ഡിറാക് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ പറഞ്ഞത് വേരിയേഷൻ ഓഫ് ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചറാണ്. അതിൽ 2 കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് T = 0യും ഒന്ന് T ≠ 0യും. T = 0യിൽ നമ്മൾ E < EFഉം E > EFഉം കണ്ടുപിടിച്ചു. T = 0യിൽ E = EF നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് T ≠ 0യിൽ E < EFൽ നമുക്കറിയാം ഫുള്ളി ഫിൽഡ് ആയിരിക്കും, എല്ലാം എന്താണ് ഫിൽഡ് ലെവൽസ് ആയിരിക്കും. E > EFൽ എല്ലാം എം ടി ലെവൽസ് ആയിരിക്കും, E < EFൽ. ഇനി നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ ലോവസ്റ്റ് എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, ഹയർ എനർജി ലെവലിലേക്ക് പോകും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ലോവസ്റ്റ് എനർജി ലെവലിലുള്ള ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസ് ഫെർമി എനർജി ലെവലിന് മുകളിലേക്ക് പോയാൽ ഇവിടെ പാർഷ്യലി എം ടി ആവും, ഇവിടെ പാർഷ്യലി ഫിൽഡ് ആവും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വാട്ട് ഹാപ്പൻ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻ, സം ഓഫ് ദി ഇലക്ട്രോൺസ് ഓർ പാർട്ടിക്കിൾസ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ, ദാറ്റ് ഈസ് ഇറ്റ് മേ ബി ഗ്രേറ്റർ ദാൻ ഫെർമി എനർജി ലെവൽ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.